ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് ബാങ്ക് മസ്കത്ത് ആപ്പിൽ നിന്നും എങ്ങനെ അക്കൗണ്ട് ത്രൂ അക്കൗണ്ടിലേക്ക് പണം അയക്കാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ബാങ്ക് മസ്കത്തിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നാൽ നമ്മൾ യൂസർ നെയിം അല്ലെ പാസ്വേഡ് വെച്ചിട്ട് അത് ലോഗിൻ ചെയ്യണം. അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. ഞാനിവിടെ ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അതിനായി ഞാൻ ലോഗിൻ ചെയ്യാണ്. അങ്ങനെ എൻ്റേത് ലോഗിൻ ചെയ്ത് മെയിൻ പേജിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ പേര്, അക്കൗണ്ട് നമ്പർ, ബാലൻസ്, വ്യൂ ട്രാൻസാക്ഷൻ, പിന്നെ ഹോം പേജ്, അക്കൗണ്ട്, ട്രാൻസ്ഫർ, പേ ബിൽ. അതിൽ നമ്മൾ ട്രാൻസ്ഫർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പേജ് വരും. അവിടെ നമ്മൾ ഒരുപാട് ഓപ്ഷനുകൾ കാണാം. വിത്തിൻ ഓൺ അക്കൗണ്ടിലേക്ക് അയക്കുന്നത്, വിത്തിൻ ബാങ്ക് മസ്കത്ത് അക്കൗണ്ടിലേക്ക്, വിത്തിൻ ഒമാൻ സ്പീഡ് ട്രാൻസ്ഫർ, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ കാണാം. ഞാനിപ്പോൾ ബാങ്ക് മസ്കത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അതിനായി നമ്മൾ വിത്തിൻ ബാങ്ക് മസ്കത്ത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മേക്ക് എ ട്രാൻസ്ഫർ, ഈസി ട്രാൻസ്ഫർ വൈ ക്യു ആർ കോഡ് വെച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മാനേജ് ബെനിഫിഷ്യറി, ആഡ് ബെനിഫിഷ്യറി. അപ്പോൾ നമ്മൾ ആഡ് ബെനിഫിഷ്യറി ചെയ്യുന്നത്, അതായത് ഒരു അക്കൗണ്ട് ത്രൂ അക്കൗണ്ടിലേക്ക് പണം അയക്കണമെങ്കിൽ ആദ്യം നമ്മൾ അയക്കുന്ന ആളുടെ അക്കൗണ്ട് നമ്പർ നമ്മളുടെ ആപ്പിൽ ആഡ് ബെനിഫിഷ്യറി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയിട്ട് കാണുക. അപ്പോൾ നമ്മൾ മേക്ക് എ ട്രാൻസ്ഫർ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി അലേർട്ട് വരും. അങ്ങനെ അതിൽ പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ബെനിഫിഷ്യറി ചെയ്ത് വെച്ച അക്കൗണ്ടുകളെല്ലാം കാണിക്കും. അതിൽ നമുക്ക് ആരുടെ അക്കൗണ്ടിലേക്കാണോ അയക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് നമ്പറും ബാലൻസും അയക്കുന്ന ആളുടെ പേരും അക്കൗണ്ട് നമ്പറും ഐബാൻ നമ്പറും എല്ലാം കാണിക്കും. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ നമ്മൾ എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റിമാർക്ക് ഉണ്ട്. നമ്മൾ എന്താണോ, സാലറി ആണോ ഫ്രണ്ട്സിനാണോ എന്താ അയക്കണമെന്നുള്ളത് ഓപ്ഷണലാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഡേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ അങ്ങനെ ചെയ്ത് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രാൻസ്ഫർ സമ്മറി ലഭിക്കും. അതിൽ നമ്മളെ അക്കൗണ്ട് നമ്പർ, അയക്കുന്ന ആളുടെ പേര്, അക്കൗണ്ട് നമ്പർ, ഐബാൻ നമ്പർ, അയക്കുന്ന ആളുടെ ഫുൾ നെയിം, ബാങ്കിൻ്റെ നെയിം, എത്ര എമൗണ്ട് എന്ന് കാണിക്കും, എത്ര ടൈമാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, 1 ടൈമാണോ 2 ടൈം, എത്ര നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് അതൊക്കെ അതിൽ കാണിക്കും. എന്നതിന് ശേഷം നമ്മൾ കൺഫേം ചെയ്താൽ നമുക്കൊരു OTP വരും. നമ്മൾ ഈ ബാങ്ക് മസ്കത്തിന് ആപ്പിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ചെയ്ത് നമ്മൾ കൺഫേം ചെയ്താൽ നമുക്ക് പണം ട്രാൻസ്ഫർ ആവുന്നതാണ്. സക്സസ് എന്നുള്ള മെസ്സേജ് വരും. ഇത്രയാണ് ഇതിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.